ചാലക്കുടിയിലെ മാധ്യമപ്രവർത്തകരുടെ പ്രഥമ കൂട്ടായ്മയായ പ്രസ് ക്ലബ്ബിൽ മാധ്യമപ്രവർത്തകരുടെ പൊതുയോഗവും ഓണാഘോഷവും ഓണോത്സവ അലവൻസ് വിതരണവും നടന്നു. പ്രസ് ക്ലബ് പ്രസിഡന്റ് MG ബാബു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി II മജീദ് സ്വാഗതവും ട്രഷറർ KV ജയൻ പ്രവർത്തനങ്ങളുടെ വിശദാംശങ്ങളും അവതരിപ്പിച്ചു. ചടങ്ങിൽ മുൻ പ്രസിഡന്റുമാരായ PK സിദ്ദിഖ്, VJ ജോജി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് അംഗങ്ങൾക്ക് ഓണോത്സവ അലവൻസും സമ്മാനങ്ങളും വിതരണം ചെയ്തു. പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ വിപുലമായ ഓണാഘോഷം സെപ്റ്റംബർ 10 SN ഹാളിൽ വെച്ച് നടത്താനും തീരുമാനിച്ചു. ചടങ്ങിന് പ്രസ് ക്ലബിലെ മുതിർന്ന മാധ്യമപ്രവർത്തകൻ സയ്യിദ് മുഹമ്മദ് നന്ദി അർപ്പിച്ചു. കേരളത്തിലെ പുറത്തൊന്നും ഇതുപോലെയുള്ള ഒരു ആഘോഷമില്ല. കാരണം എന്താണ്? മലയാളിയുടെ പ്രബുദ്ധമായ മനസ്സിൽ നിന്ന് മാത്രമേ ഇത്തരം ഒരു ആഘോഷം ഉണ്ടാക്കാനായിട്ട് കഴിയുകയുള്ളൂ. ആ പ്രബുദ്ധതയുടെ ഫലമാണ് നമ്മൾ ഇതുപോലെ ജാതി മതഭേദമന്യേ എല്ലാവരും ഓണം ആഘോഷിക്കുന്നത്. ഓണത്തിൻ്റെ നമ്മൾ പ്രാചീനമായിട്ടുള്ള മിത്ത് മഹാബലിയുമായി ബന്ധപ്പെട്ടതാണ്. മഹാബലിയെ വാമനൻ ചവിട്ടി താഴ്ത്തി എന്നാണ് ഐതിഹ്യമുള്ളത്. ആ രീതിയിൽ ദ്രാവിഡ ചക്രവർത്തിയായിട്ടുള്ള മഹാബലി, ആ മഹാബലിയെ പിന്നീട് ഒരു ബ്രാഹ്മണനായിട്ടുള്ള ഒരാൾ ചവിട്ടിത്താഴ്ത്തി എന്നുള്ളതാണ് അതിൽ പറയുന്നത്. അത് ചരിത്രപരമായിട്ട് ഒരു യാഥാർത്ഥ്യമാണ്. കാരണം നമ്മുടെ ആദിമ ജനത വസിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു കേരളം. കേരളം മലയാളികളുടെ ജന്മഭൂമിയാണ്. അപ്പോൾ അവിടെ ദ്രാവിഡരായിട്ടുള്ള ജനതയാണ് ഉണ്ടായിരുന്നത്. പിന്നീട് പുറമേ നിന്ന് ഓരോരോ ആളുകളുടെ പല ആളുകളും ഇടയ്ക്ക് കുടിയേറി പാർത്തു. അങ്ങനെ ആദിമ ജനത, ആദിമ നിവാസികൾ അവരെല്ലാവരും ഇവിടെ നിന്നൊക്കെ അടിച്ചോടിക്കപ്പെടുകയോ അല്ലെങ്കിൽ താഴ്ത്തപ്പെടുകയൊക്കെ ചെയ്തു. അപ്പോൾ ആ ഒരു കഥ, ആ ഒരു ചരിത്ര വസ്തുതയാണ് മഹാബലിയുടെ മിത്തിൽ ഒളിഞ്ഞിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെയാണ് വ്യാഖ്യാനിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. പക്ഷെ ഓരോ കാലഘട്ടത്തിലും ഓരോരുത്തരും അവരവരുടെ താല്പര്യത്തിന് അനുസരിച്ചിട്ട് മഹാബലിയുടെ കഥയെ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ മഹാബലിക്കൊന്നും വലിയ പ്രാധാന്യം വരാത്തൊരു കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മഹാബലി എന്ന് പറഞ്ഞാൽ വയർക്ക് ചാടി നിൽക്കുന്ന ഒരു കോമാളിയായിട്ടുള്ളൊരു മനുഷ്യന്റെ പോലെ ചിത്രീകരിക്കുക, ഓലക്കൂടൊക്കെ ചൂടി വരുന്ന ഒരാൾ, അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ്. പക്ഷെ അതുപോലെ വാമനനെ വലിയ വലുതായിട്ട് ആദരിക്കുന്ന ഒരു രീതിയിലേക്കൊക്കെ നമ്മുടെ സമൂഹം അവരുടെ പ്രത്യേക രീതിയിലുള്ള ചിന്താഗതിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ശരിയായിട്ടുള്ള മിത്ത് എന്ന് പറയുന്നത് ഈ രീതിയിലാണ്. ദ്രാവിഡ ജനത വസിച്ചിരുന്ന ഒരു സ്ഥലത്ത് അവർ അപ്രത്യക്ഷമായതിൻ്റെ, അവരില്ലാതാക്കിയതിൻ്റെ ഒരു കഥയാണ് ഓണത്തിന്റെ കഥ ഇവിടെ നമ്മൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ ഓണത്തെ നമ്മൾ ഓർത്തെടുക്കുകയാണ്.